ഹായ്, എന്തുണ്ട് വിശേഷം? ഈ വീഡിയോ ഉണ്ടല്ലോ എന്നെടുത്തയാന്ന് കഴിഞ്ഞ ഫ്രൈഡേ. ഇന്നിപ്പം ഞാൻ വോയിസ് കൊടുക്കുന്നത് തേഴ്സ്ഡേ ആയി. അടുത്ത വീക്കെൻഡിലാണ് നമ്മൾ മെയിനായിട്ട് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നെങ്കിലും വോയിസ് കൊടുക്കാം, ഇന്നെങ്കിലും എടുക്കണമെന്നുള്ള ഒരു ഇതിൽ ഞാനങ്ങ് കൊടുക്കുക. ഇത് ഞങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ ഫ്രൈഡേയിലെ വീഡിയോ ആയിരുന്നു. ഇത് എയർപോർട്ടിലോട്ട് പോവുക, ബ്രദറിനെ പിക്ക് ചെയ്യാൻ. ഇടയ്ക്ക് ഞാൻ ആ ഫ്ലൈറ്റ് കാണിച്ചത് നമ്മുടെ അടുത്താണ് എയർപോർട്ടെന്ന് കാണിക്കാനായിരുന്നു. കണ്ടോ, താഴ്ന്ന നമ്മുടെ വീടിന് തൊട്ടടുത്താണ് എയർപോർട്ട്. തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് ദൂരമുണ്ട് വീടുമായിട്ട്. 10-15 മിനിറ്റ് ദൂരത്താണ് ഇവിടുത്തെ എയർപോർട്ട്. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ കുവൈറ്റിൽ. എൻ്റെ മുന്നത്തെ ഞാൻ 2 വ്ളോഗ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ്. അത് കണ്ടുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുവൈറ്റിലാന്ന്. അപ്പോൾ കുവൈറ്റിൽ ഇതുപോലെ 3 എയർപോർട്ടാണ് ഉള്ളത്. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുവൈറ്റ് എയർവേസ് മാത്രം വരുന്നത് എയർപോർട്ട്. ഒന്നൊരു ഇൻ്റർനാഷണൽ, എല്ലാ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സും വരുന്നത്. പിന്നെ അടുത്തത് ജസീറയ്ക്ക് മാത്രമുള്ള ഒന്ന്. അങ്ങനെ ഈ 3 ഉള്ളത്. എന്തായാലും നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ബ്രദർ ആളെത്തിയിട്ടുണ്ട്. ആളെന്ന് നേരത്തെ തന്നെ എത്തി. കുവൈറ്റ് എയർവേസ് 4.5 മണിക്കൂർ എന്തോ ആയിരുന്നു ഫ്ലൈറ്റ് ടൈം പറഞ്ഞിരുന്നത്. പക്ഷേ 1 മണിക്കൂർ നേരത്തെ ആളെത്തി. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ ആ കോള് വന്നേ. എന്തായാലും ഞങ്ങൾ ഇറങ്ങി. രാവിലെ എവിടെ പോകണമെന്നറിയോ? ഐക്യ പോകണമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഐക്യയാണോ ഇക്കിയാണോ എന്ന് അറിയത്തില്ല. ചിലവരൊക്കെ ഇക്കിയ നമ്മുടെ തനി മലയാളി ഇടയ്ക്ക് ഇക്കിയ എന്ന് പറയുന്നത്. ഞാൻ ഐക്യ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം അവിടെ പോകണമെന്ന് വിചാരിച്ച്, ബ്രഞ്ചിന് പോകണമെന്നാണ് വിചാരിച്ച്. പക്ഷെ ഇപ്പം തന്നെ ലേറ്റായി. ബ്രഞ്ച് എനിക്ക് തോന്നുന്നു 11 മണി വരെയോ ആ സമയത്തെങ്ങാണ്ടാന്ന് തോന്നുന്നു കിട്ടുന്നത്. കാരണം ഇതിപ്പോൾ ലഞ്ചിൻ്റെ ടൈം ആവാറായി നമ്മൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക്. എന്തായാലും അവനവിടെ വെയിറ്റിംഗ്. ഇതാണ് എൻ്റെ ബ്രദറ്. അപ്പോൾ പുള്ളി വന്നു, നാട്ടിൽ പോയേക്കുമായിരുന്നു. ഒരു 2 മാസത്തോളം ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വിളിച്ചുകൊണ്ട് അവിടെ കൊണ്ട് വിട്ടു. അവിടെ വിട്ടിട്ട് പിന്നെ ഇവിടോട്ട് പോവുക, ഐക്യയിലോട്ട്. ഐക്യ പലയിടത്തുണ്ട്. നമ്മുടെ ഇവിടുത്തെ അവന്യൂസ് മോളിലെ ഐക്യയിലോട്ടാണ് പോകാമെന്ന് വിചാരിച്ചത്. അവിടുത്തെ എനിക്ക് സൈസ് കമ്പയർ ചെയ്യാൻ അറിയത്തില്ല കേട്ടോ. ഏതാ വലിയ ഐക്യ അങ്ങനെ എനിക്കറിയത്തില്ല. സാമാന്യം നല്ലതായിട്ട് നടക്കാനുണ്ട് ഈ ഐക്യയിൽ. പിന്നെ അതുകൊണ്ട് അതിനു മുമ്പ് ഇത് കാണിച്ചില്ലല്ലോ. ഞാൻ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൻ്റെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. യുണൈറ്റഡ് അബ്ബാസിയയിലുള്ള. ഈ യുണൈറ്റഡിൽ പഠിച്ച ആരെങ്കിലുമൊക്കെ ഉണ്ടോ? എൻ്റെ ഹസ്ബൻഡ് ഇവിടെ പഠിച്ചതാണ്. അങ്ങനെ ഒരുപാട് പേര് കാണും ഇവിടെ പഠിച്ചത്. എന്താ പറയുന്നത്, ഒരുപാട് സ്റ്റുഡൻസ്, ഒരുപാട് ഡിവിഷൻസ് ഉള്ള ഒരു സ്കൂളാണ്. ഒരുപാട് സ്റ്റുഡൻസ് പഠിച്ച ഈ ഏരിയ മൊത്തം നമ്മൾ താമസിക്കുന്ന ഏരിയയിലെ മിക്കവാറും ഉള്ള സ്റ്റുഡൻസ് അവിടെയാണ്. പഴയ സ്റ്റുഡൻസും കാണുമല്ലോ. എന്തായാലും ഞങ്ങളങ്ങനെ അവന്യൂസിലോട്ട് പോവുക. അവന്യൂസിൽ ഫേസ് 1ലാണ്. അവന്യൂസ് നമ്മുടെ കുവൈറ്റിലെ ഏറ്റവും വലിയ മോളാണ്. അപ്പോൾ അവിടുത്തെ ഫേസ് 1ലാണ് ഈ ഐക്യ ഉള്ളത്. പ്ലാന് ഇതാണ്. ഷോപ്പിംഗ് എന്നുള്ളത് സൈഡിലുള്ള എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ എടുക്കാം എന്നേ ഉള്ളൂ. അല്ലാതെ ഇന്നത് ബ്രഞ്ചായിരുന്നു ഉദ്ദേശം. ഇനിയിപ്പോൾ ബ്രഞ്ച് നടക്കത്തില്ല. ബ്രഞ്ച് ബുഫയാണ്. അത് നമുക്ക് എത്ര വേണമെങ്കിലും സ്വീറ്റ്സൊക്കെ ഇഷ്ടം. എത്രയായിരുന്നു, 2-3 സ്വീറ്റ്സ് എടുക്കാം. ഡെസേർട്ട്, നല്ല ഡെസേർട്ടാണ് അവിടെ കിട്ടുന്നത്. അങ്ങനെ പിന്നെന്താ, നമ്മുടെ പ്ലേറ്റ് നിറച്ച് നമുക്ക് എടുക്കാം. നമുക്ക് കിട്ടുന്ന ആ പ്ലേറ്റ് നിറച്ച്. പക്ഷേ ഫ്രൈഡ് ഐറ്റംസൊക്കെ 1-2 ഒരെണ്ണം വെച്ചേ എടുക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയത്തില്ല, കാരണം ഞാൻ പോയിട്ടില്ല. ഹസ്ബൻഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിയായിരുന്നു പറഞ്ഞത് അതിന് പോകാമെന്ന്. പക്ഷേ പ്ലാനെല്ലാം അതുപോലെ എന്തായാലും പറയും, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ. വിചാരിക്കുന്ന സമയത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. എന്തായാലും ഇപ്പോഴെങ്കിലും ഇറങ്ങിയോണ്ട് പോകാമെന്ന് വെച്ചു. പിന്നെ വിൻ്ററാണ് പറയുമ്പോൾ, പക്ഷേ എന്താ അത്ര തണുപ്പായിട്ടില്ല. ചെറിയൊരു നല്ല ക്ലൈമറ്റ് ഇപ്പം. പക്ഷേ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്തേക്ക് ഇവിടെ നല്ല തണുപ്പായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഇന്നലെയും 2 ദിവസമായിട്ട് മഴയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നല്ല തണുപ്പായിട്ടുണ്ട്. ഞങ്ങളീ പോകുന്ന സമയത്തെല്ലാം ഈ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 12 കഴിഞ്ഞിട്ടുള്ള സമയം. അപ്പം എന്ത് കണ്ടില്ലേ, അങ്ങനെ വലിയ വെയിലും എന്നാലും ഉണ്ട്, വെയിൽ ഉണ്ട്, ചൂടുമൊന്നും ഇല്ലാത്തൊരു സമയം. അവന്യൂസ് എത്തി. അവന്യൂസിൻ്റെ ലാസ്റ്റ് എന്ന് പറയുന്നതാണ് ഫേസ് 1. 4 ഫേസോ മറ്റോ ഉള്ളത്. അപ്പം അതിനകത്തെ ഫേസ് 1ലാണ് ഐക്യമുള്ളത്. എന്തായാലും അവിടോട്ട് ചെന്ന് മോനെ താഴെ ഏൽപ്പിക്കണം. അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. അതിൻ്റെ താഴെയായിട്ട്
അതായത് ഐക്യയിലോട്ട് കയറുന്നിടത്ത് എൻട്രൻസിൻ്റെ അവിടെ ഒരു കിഡ്സിൻ്റെ പ്ലേ ഏരിയ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 45 മിനിറ്റ് അവിടെ ഏൽപ്പിക്കാം. അപ്പോൾ സ്വസ്ഥമായിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാം. സ്വസ്ഥതയുടെ അല്ല, കുഞ്ഞുങ്ങൾ നടക്കത്തില്ല ഇത്രയും, നമ്മൾ തന്നെ അതിനകത്ത് കയറി ഇത്രയും ദൂരം നടക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കയറിയാൽ പുറത്തോട്ടുള്ള വഴിയില്ലല്ലോ, ഇങ്ങനെ ആരോ നോക്കിയാൽ നമ്മളങ്ങ് നടക്കുമല്ലേ. അപ്പം ഈ പിള്ളേരെ ഒട്ടും നടക്കത്തില്ല. 1-2 തവണ ഞാൻ നടത്തിച്ചിട്ടുണ്ട്, നല്ല ബഹളം വെക്കും. പക്ഷേ നമുക്ക് എന്തോ ചെയ്യാൻ, കയറി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കൂടെ വഴിയില്ലല്ലോ ഇറങ്ങിപ്പോവാൻ, പിള്ളേരങ്ങ് തളരും, കുഴപ്പം. അതുകൊണ്ട് അവിടെ ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് ചോദിച്ചു. എനിക്കറിയില്ല ഐക്യയിൽ, കുവൈറ്റിലെ ഐക്യയിലും ഇതുണ്ടോയെന്ന്. ഞാൻ ഇവിടെയാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. അവിടെ ആണെങ്കിൽ 45 മിനിറ്റേ പറ്റത്തുള്ളൂ. നമ്മൾ അവിടെ പേരും ഫോൺ നമ്പർ, പേരൻറ്റിൻ്റെ ഫോൺ നമ്പറോട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആളെ അതിനകത്തോട്ട് കയറ്റി വിടും. ആളെ കയറ്റി വിട്ടിട്ട് ഒരു സ്റ്റിക്കർ എന്തും ഒട്ടിച്ചു കൊടുക്കും കുഞ്ഞുങ്ങളുടെ ദേഹത്ത്. അവിടെ അതിനകത്തോട്ട് അഡൽസിന്, പേരൻസിന് ആർക്കും പെർമിഷൻ ഇല്ല. അതുണ്ട് ആ സ്ഥലം കണ്ടോ, അതുണ്ട് ഈ ഏരിയയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ആ ബാസ്ക്കറ്റിനകത്ത് ചെരുപ്പ് വെക്കുക കുഞ്ഞിൻ്റെ, എന്നിട്ട് അകത്തോട്ട് കയറ്റി വിടുക. ഫ്രീ ആണ്, നമ്മളൊന്നും കൊടുക്കുകയൊന്നും വേണ്ട. നമുക്കും അവർക്കും ഉള്ള കംഫർട്ട് എന്തോ എനിക്കറിയില്ല. അവർ നമുക്ക് എന്തായാലും അത് ഭയങ്കര ഒരു ഹെൽപ്പാണ്. കുഞ്ഞ് ഭയങ്കര എക്സൈറ്റഡായി അതിനകത്തോട്ട് കയറാൻ. ഉണ്ട്, അതിനകത്ത് ഓൾറെഡി കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കൂടെ കളിക്കാൻ. അല്ലെങ്കിലും ഇറങ്ങുമ്പോഴേ ബഹളമായിരുന്നു, പാർക്കിൽ പോകണം, പാർക്കുള്ള സ്ഥലത്ത് പോകണമെന്നും പറയും. അപ്പോൾ നമ്മൾ പറയും എപ്പോഴും എന്തിനും ഈ പാർക്ക് എന്നുള്ളത്. എന്തായാലും ഇങ്ങനൊരു സ്ഥലം ഉള്ളത് കൊണ്ട് ആളൊക്കെ ആയി, ഹാപ്പിയായി. കണ്ടപ്പോൾ തന്നെ അതിനകത്തോട്ട് കയറാനുള്ള ഒരിതാണ്. എന്തൊക്കെയോ ഉണ്ട്, കുറച്ച് ബോൾസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വലിയ റൈഡൊന്നും അല്ല, എന്നാലും പിള്ളേരിരുന്നുള്ളൂ. പിന്നെ TV ഉണ്ട്, അപ്പോൾ അതിനകത്ത് പാട്ടും കാർട്ടൂണും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ കളിച്ച് തളർന്നു കഴിഞ്ഞാലും അതിനകത്ത് കണ്ടുകൊണ്ടിരുന്നോളുമല്ലോ. അപ്പോൾ നമുക്കും ഇച്ചിരി ആശ്വാസമുണ്ട്. കാരണം കുഴപ്പമില്ല, നല്ല സേഫാണെന്നാണ്. അവിടെ ആൾ നിൽപ്പുണ്ട്, ആരെയും കയറ്റത്തുമില്ലല്ലോ. അപ്പം ആ ഒരു സെക്യൂരിറ്റി നമുക്ക് മുകളിൽ പോയിട്ട് ഇറങ്ങി വരാം. എനിക്കറിയില്ല ഈ 45 മിനിറ്റിനുള്ളിൽ നമ്മൾ ഐക്യയിലെ പരിപാടികളെല്ലാം കഴിയുമോയെന്ന്. എന്തായാലും ഞങ്ങൾ പോയതുകൊണ്ട് അതിനകത്തിരിക്കുന്നുണ്ടോ ബോളിൻ്റെ അകത്ത്. നമ്മളങ്ങനെ അതിൻ്റെ അകത്തോട്ട് കയറി ബാസ്ക്കറ്റും എടുത്ത് തപ്പി നടക്കാൻ തുടങ്ങി. ഇതെന്താണെന്നറിയാം, ഈ നടുക്ക് വെച്ചിരിക്കുന്ന സാധനങ്ങളിലോട്ടാണ് നമ്മളെ കണ്ണു പോകുന്നത്. ഈ നടുക്ക് ക്യാൻഡിൽ, സെൻറ്റഡ് ക്യാൻഡിൽ, പിന്നെന്തൊക്കെയാ നൈഫ്, ചെറിയ കീ ചെയിന്, പിന്നെ ഈ ഗാർലിക്കും ജിഞ്ചറും ഒക്കെ ക്രഷ് ചെയ്യുന്ന ഒരു സാധനം, പിന്നെ മിൽക്ക് ഫ്രോത്തർ, കോഫി ഫ്രോത്ത് ചെയ്യുന്ന അത്, അങ്ങനെ ചില കോമൺ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇത് നമ്മുടെ കണ്ണ് എപ്പോഴും അതിനകത്തോട്ട് എല്ലുകയും ചെയ്യും. മിക്കവാറും ഉള്ളവരുടെയൊക്കെ വീട്ടിൽ ആ സെയിം സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ കോമൺ ആയിട്ട് നമ്മൾ മേടിക്കുന്ന ഒരുപാട് പേരുടെ വീട്ടിൽ കാണുന്നതാണ് വൈറ്റ് കളറിലെ പ്ലേറ്റ്സ്, ബൗള്, ഇതെല്ലാം. പിന്നെ ഈ ലെഗോ ഉണ്ടല്ലോ, ഈ സാധനം പറക്കി 2 ബോക്സ് പറക്കി. ഞാൻ പറക്കി വേണ്ട, ഇത് അവിടെ എല്ലാം കുഞ്ഞിന് ഇഷ്ടമായി ഇത് കളിക്കാൻ. പക്ഷേ എന്ത് ചെയ്യാൻ, അവിടെ എല്ലാം പൊഴിച്ചിടും. നമ്മുടെ വലിയ സാധനം ഈ ബിൽഡിംഗ് ബ്ലോക്സ് പോലത്തെ അതാണെങ്കിൽ അത് തട്ടിയിട്ട് നടക്കാൻ പറ്റും. അതിൻ്റെ കൂടി ഈ ചെറിയ സാധനമാണെങ്കിൽ പറയുകയും വേണ്ട. എന്തായാലും അതൊക്കെ എടുത്ത് പിന്നെ ഇങ്ങനെ നോക്കി നടക്കുക. പിന്നെ ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക്, എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇവിടെ നമ്മുടെ ലിവിങ് റൂം, ബെഡ്റൂം, കിച്ചണ് എല്ലാം ഇങ്ങനെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കിവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓക്കെ നമുക്കിത് മേടിക്കാം, അത് മേടിക്കാം, നമുക്കിതുപോലെ സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് പല പ്ലാനിങ്ങുകൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ നടക്കും. നമ്മൾ മേടിക്കുന്നത് കുറവായിരിക്കും, എല്ലാ സാധനങ്ങളും ഒന്ന് നോക്കുമല്ലോ. എന്തായാലും അതും ഇതുമല്ല അതിൻ്റെ കളർ കോമ്പിനേഷൻ. ക്രിസ്മസ് ഒക്കെ വന്നു, ക്രിസ്മസ് വൈബ്സൊക്കെ അവിടെ ഇടയ്ക്ക് ഇങ്ങനെ ക്രിസ്മസ് ട്രീ 1-2 ഞാൻ കണ്ടു അവർ വെച്ചിട്ടുണ്ട്. പിന്നെ അതെല്ലാം നോക്കി ഇങ്ങനെ നടക്കുക പുറത്തോട്ടുള്ള വഴി. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് 45 മിനിറ്റ് ആയെന്ന്. എന്നെ പോയി വിളിക്കണ്ടേ, പക്ഷേ അവർ ഇങ്ങോട്ട് വിളിക്കും. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, 45 മിനിറ്റ് കഴിഞ്ഞാൽ അവരിങ്ങോട്ട് വിളിച്ചോളും. പിന്നെ കുറേ സാധനങ്ങൾ ഇവിടെ അഫോർഡബിളായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. മറ്റ് കടകളെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ചില ഐറ്റംസിലൊക്കെ നല്ല വിലക്കുറവുണ്ട്. അതിപ്പോൾ ഫർണിച്ചറായാലും അല്ലാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ ഇവിടെ. A to Z സാധനങ്ങളുണ്ട് ഇവിടെ. അപ്പം ചില സാധനങ്ങൾ, പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു സെയിലും ഉണ്ടെന്ന്. അപ്പോൾ ചില സാധനങ്ങൾക്ക് നല്ല ഓഫർ വരും.
നമ്മളിങ്ങനെ എല്ലാം നോക്കി നോക്കി ഇറക്കി, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മളുടെ ഫ്ലാറ്റിനകത്ത് ഇതെല്ലാം കൂടെ കൊണ്ട് വെക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും നമ്മൾ നോക്കുക. സ്ഥലം ചെയറായാലും എന്തായാലും വാങ്ങണമെന്നുണ്ടെങ്കിൽ കൂടിയും വെക്കാൻ സ്ഥലമില്ല എന്ന് ഓർത്ത് വാങ്ങത്തില്ല. പിന്നെ നമ്മൾ ചട്ടി വാങ്ങണമെന്നൊരു ഇതുണ്ടായിരുന്നു. കാരണം നാട്ടിൽ നിന്ന് ബ്രദർ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെടികൾ കൊണ്ടുവരണമെന്ന്, വീട്ടിലെ ചെടികൾ എടുത്തുകൊണ്ട് വരണമെന്ന്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞതാണ് ഇതിനകത്തോട്ട് വരാൻ, മിററിലോട്ട് വരാൻ, ചേട്ടനെയും കൂടെ കാണിക്കാൻ. എന്തായാലും അപ്പം ഈ ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വെക്കാൻ ചട്ടി വേണ്ടേ. അപ്പം അതുകൂടെ വാങ്ങണം. കുറച്ച് അപ്പം കൂടിപ്പോയെന്നറിയാം, അറിയാതെ വന്നു പോകുന്നതാണ്. അത് വെക്കാൻ ചട്ടിയും കൂടെ വാങ്ങണം. നോക്കട്ടെ, ലാസ്റ്റിലാണെന്ന് തോന്നുന്നു ചട്ടി വരുന്നത്. ലാസ്റ്റ് ഈ സെക്ഷൻസ് എല്ലാം ഇങ്ങനെ കടന്ന് പോയിട്ട്. പക്ഷേ നമ്മൾ അവിടുന്ന് മേടിച്ചിട്ടുള്ള ചട്ടികൾ കൂടുതലും ഈ ഷോ ടൈപ്പ് ചട്ടിയാണ്. ഹോളൊന്നും കാണത്തില്ല. നമ്മൾ പഴയ നമ്മുടെ സാധാ ചട്ടിയില്ല, നമ്മൾ ആ ചെടി മേടിക്കുന്ന ചട്ടി തന്നെ അകത്തെടുത്ത് വെക്കുന്ന ആ ടൈപ്പ് ചട്ടിയില്ല, പുറത്ത് ഭംഗിയുള്ള ആ ടൈപ്പാണുള്ളത്. പക്ഷേ എനിക്ക് വേണ്ടത് ഹോളുള്ള ഡ്രെയിനേജുള്ള നാട്ടിലെ ചെടി നടാൻ പറ്റിയ ചട്ടിയാണ്. പിന്നെ അതുമാത്രമല്ല, മണ്ണും മേടിക്കാൻ പോകണം. 2 കാര്യങ്ങളുണ്ട്. നോക്കാം, കിട്ടിയില്ല, അതാണ് സത്യം. നോക്കിയിട്ടെല്ലാം ഈ ടൈപ്പിലെ ചട്ടികളാണ്, ഹോളില്ലാത്ത വലിയ വലിയ ചട്ടികളാണ്. അത്രയും വലിയ സാധനങ്ങളൊന്നും വെക്കാൻ ഈ തെങ്ങൊക്കെ നമ്മൾ പണ്ട് വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു, തെങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു അകത്ത്. അതൊന്നും ഇപ്പോൾ വെക്കാറില്ല. നമ്മൾ തേങ്ങയൊന്നും കൊണ്ടുവന്നിട്ടുമില്ല. ഇവിടുന്ന് മേടിച്ച് ആളുകൾ തെങ്ങ് നടുമോയെന്ന് എനിക്കറിയില്ല. തേങ്ങ മേടിച്ചിട്ട് ഇവിടെ കിളിപ്പിക്കാൻ പറ്റുമോയെന്നും എനിക്കറിയില്ല കേട്ടോ. അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. നമ്മുടെ വീട്ടിലൊക്കെ കേട്ടിട്ടുള്ളത് നാട്ടിൽ നിന്ന് കിളിപ്പിച്ചുകൊണ്ട് വരുമെന്നോ അങ്ങനെ കണ്ടാൽ ഞാൻ കേട്ടുള്ളത്. അതൊന്നുമില്ല. എന്തായാലും ആൾ വന്ന് അക്കുവിനെ ഇങ്ങ് വിളിച്ചുകൊണ്ട് വന്നു. അക്കുന്ന് പറഞ്ഞാൽ മോനെ വിളിച്ചുകൊണ്ട് വന്ന് നമ്മൾ ഫുഡ് കോർട്ടിലോട്ട് ചെന്നു. 45 മിനിറ്റ് കഴിഞ്ഞായിരുന്നു. അവിടെ ചെന്നിട്ട് ഇവിടെ നമുക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഈ സ്വീറ്റ്സ് ഡെസേർട്ട് സെലക്ട് ചെയ്യുമായിരുന്നു. ഞാൻ മറന്നുപോയി പേരൊക്കെ ഇതിൻ്റെ. പിന്നെ 1-2 ടൈപ്പ് ഞാൻ പറയായിരുന്നു 2 ടൈപ്പ് എടുക്കാൻ. ചേട്ടനാണെങ്കിൽ 2 ഒരേതെടുക്കുമായിരുന്നു, അത് നല്ലതാണെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഒന്നൊരു ഇതായിരുന്നു, നമ്മുടെ ചീസ് കേക്ക് എടുത്തായിരുന്നു, ഒന്നൊരു ആൽമണ്ട് പയ്യോ എന്തോ സാധനം, എനിക്ക് ഓർമ്മയില്ല. ഇതാണ് ഐക്യയിലെ ഫുഡ് സെക്ഷൻ. പിന്നെ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ് എന്നാരും മനസ്സിൽ വിചാരിക്കരുത്. അറിയാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ നമ്മളൊരു ട്രോളി എടുക്കും, അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൽ നമുക്ക് വേണ്ടത് സൈഡിൽ നിന്ന് നമ്മൾ എടുത്തെടുത്ത് അതിൽ വെക്കുന്നു, സെലക്ട് ചെയ്ത് അതേ വെക്കുന്നു. അവിടെ ലാസ്റ്റിൽ കൗണ്ടറുണ്ട്, അവിടെ കൊണ്ടുപോയി ബില്ല് ചെയ്യുക. അങ്ങനെയാണ്. പിന്നെ ചില കോംബോ ഓഫേഴ്സ് കാണും. കോംബോ അല്ല, ചില മീൽ ഓഫേഴ്സ്. ചിലപ്പോൾ അത് ബട്ടർ ചിക്കനും റൈസും, അല്ലെങ്കിൽ പ്രോൺസ് റൈസ്, പിന്നെ ബീഫ് റിബ്സ്, അങ്ങനെ ചില കോംബോകളുണ്ട്. പിന്നെ മീറ്റ് ബോൾസ്, അങ്ങനെ കുറച്ച് ലഞ്ച് ഓപ്ഷൻസ് ആണുള്ളത്. പിന്നെ പോകുന്ന വഴിക്ക് ഇതുപോലെ ജ്യൂസ് നമുക്ക് വേണ്ടത് എടുക്കാം. പിന്നെ അപ്പുറത്ത് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് എടുക്കുന്ന ഇതുമുണ്ട്. പിന്നെ നമുക്ക് സാലഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ വേണ്ടതെല്ലാം. പിന്നെ കുറച്ച് ഈ ബ്രെഡ് ടൈപ്പ് സാധനങ്ങൾ, ബ്രെഡ് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. അന്ന് വീക്കെൻഡ് കൂടെ അല്ലേ, അതുകൊണ്ട് സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആ സീറ്റിംഗ് ഏരിയയിൽ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും ഒക്കുപ്പൈഡ് ആയിരുന്നു. അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെ ഇവിടെ കിട്ടുന്നത്. പിന്നെ എനിക്കറിയില്ല ഇവിടെ കുവൈറ്റീസ് വന്നിട്ട് ഇതുപോലെ നിന്ന് എടുക്കുമോ എന്ന്. അല്ലാത്ത നാഷണാലിറ്റീസ് എല്ലാം കാണാറുണ്ട് ഇവിടെ വന്നിങ്ങനെ. കാരണം ക്യൂവിൽ നിന്നൊക്കെ മേടിക്കണ്ടേ, അവർ ചെയ്യുമോയെന്നറിയില്ല. പക്ഷെ നല്ല ഫുഡാണ് കേട്ടോ. വരുന്നവരും കാണുമായിരിക്കുമേ. ഞാൻ അന്ന് കണ്ടില്ല, ഞാനിങ്ങനെ ചോദിക്കുകയും ചെയ്തായിരുന്നു, കുവൈറ്റീസ് ആരും ഇല്ലേ ഈ കൂട്ടത്തിൽ? കാരണം കൂടുതലും നമ്മുടെ ആളുകളെ തന്നെയാണ് കാണുന്നത്. ഇവിടെ കൂടുതലും നമ്മുടെ ഇന്ത്യൻസ് ആണല്ലോ കൂടുതൽ. ഒരുപാട് ഇന്ത്യൻസ് ഉണ്ടല്ലോ, അപ്പോൾ കൂടുതലും ഇന്ത്യൻസാണ്. പക്ഷെ നമുക്കിഷ്ടപ്പെടുന്ന ഫുഡും തന്നെയാണ് എല്ലാം, നമ്മുടെ ടേസ്റ്റിന് പറ്റിയ. കാരണം ബട്ടർ ചിക്കന് അങ്ങനത്തെ ഐറ്റംസ് ഇഷ്ടപ്പെടാത്ത ഇന്ത്യൻസ് ഇല്ലല്ലോ. അവിടുന്ന് പെട്ടെന്ന് ശരിക്കും വിശന്നു. നമുക്ക് പെട്ടെന്ന് എങ്ങനെയെങ്കിലും കഴിച്ചിട്ട് ബാക്കി ബില്ലടിച്ചില്ല, ബാക്കി സാധനങ്ങളൂടെ ഒന്ന് നോക്കണമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി നിൽക്കുമായിരുന്നു.
പിന്നെ ഇവിടെ കിഡ്സിൻ്റെ കോംബോ മീലായിട്ട് ഉണ്ട്. അതുകൊണ്ട് അതാണ് ബോക്സിൽ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കിഡ്സിൻ്റെ മീല്. അത് എന്താ വലിയ സംഭവമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല. കുറച്ച് ഫ്രൈസ്, കുറച്ച് നഗറ്റ്സ്, പിന്നെ ഫ്രൂട്ട്, ഏതെങ്കിലും ഒരു ജ്യൂസ്. പിന്നെ സർപ്രൈസിങ് ആയിട്ട് വന്നത് അതിനകത്തൊരു ടോയ് ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു സ്റ്റഫ്ഡ് ടോയും കൂടെ ആ ബോക്സിനകത്ത് വരുന്നുണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഏതെടുക്കണം ഇതെല്ലാം കൂടെ കഴിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ലല്ലോ. നമ്മൾ ഓൾറെഡി 2 പ്ലേറ്റിൽ ഇത് മേടിച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടി ഇതുകൂടെ കഴിക്കാൻ പറ്റുമോ, എന്തായാലും അത് കഴിച്ചു കേട്ടോ. അതുകൊണ്ട് അതായിരുന്നു, ആ പുലിക്കുട്ടിയായിരുന്നു നമുക്ക് കിട്ടിയ ടോയ്. പിന്നെ അതും കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ തപ്പൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു പല കളറിലെ കപ്പ് കിട്ടുമെന്ന്. ഇത് നാട്ടിൽ എല്ലായിടത്തും എനിക്കൊന്ന് ഐക്യലെല്ലാം ഒരേ സാധനങ്ങളാണല്ലോ. ഇത് ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് ഇതേ കപ്പ്. അപ്പോൾ അതെല്ലാം ഇതും എടുത്ത് കുഞ്ഞുങ്ങളുള്ളവർക്ക് നല്ലതാണ് എന്ന് വെച്ചാൽ ഒരു തല്ലി പൊട്ടിക്കത്തില്ലല്ലോ. ലൈറ്റിൻ്റെ സെക്ഷൻ വന്നപ്പോഴത്തേക്കും ആശ്വാസമായി, തീരാറായെന്ന് മനസ്സിലായി, നമ്മുടെ അറ്റം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വീക്കെൻഡിലെ വിശേഷം. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം, ഞാൻ ഒരു ബിഗിനറാണ്, പല പ്രശ്നങ്ങളും കാണും. പിന്നെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം ശരി, ഇത് ലാസ്റ്റ് അപ്പമായിട്ട് കണക്കാക്കി ക്ഷമിക്കുക. ഞങ്ങൾ ഇറങ്ങുവാണ്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ കസേരയിൽ പോയിരിക്കുമായിരുന്നു ആൾ. ഈ നേരെ പോകുന്നത് പിന്നെ ബില്ലിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ. ഈ നടന്ന് ഈ ഒരു വഴി പോയിട്ട് നമ്മളങ്ങ് ബില്ലിംഗ് സെക്ഷനിലോട്ടാണ് പോകുന്നത്. എന്നാൽ ശരി, എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോ കാണാം കേട്ടോ. ടേക്ക് കെയർ, ബൈ.